ഹലോ ചങ്ങായിമാരെ, നിങ്ങൾ ഈ അവസ്ഥ ഒന്ന് കാണിട്ടോ. എവിടേക്കെങ്കിലും പോകണം കേട്ടോ, വേഗം കയറി ഡിക്കിയിൽ അങ്ങോട്ട് ഇരിക്കും. അപ്പം അതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പർച്ചേസിങ് വ്ലോഗുമായിട്ടാണ്. അതാ നമ്മളെ സ്വന്തം വണ്ടിയിൽ നേരെ കോഴിക്കോട്ടേക്ക് ഒരു വെച്ച് പിടിച്ചലാ. അതാ ഒരാൾ വളഞ്ഞൊട്ടിയ പോലെ ഒപ്പുണ്ട്, പിന്നെന്താ കാട്ടുക. അപ്പോൾ കോഴിക്കോട്ടെ വിശേഷങ്ങളും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാലോ. പണ്ട് ഞങ്ങൾക്കൊരു ബെഡാ കാറൊക്കെ ഉണ്ടായിനി. അന്ന് ഇതേപോലെ എന്നെ കൊണ്ടുപോകാൻ മൂപ്പർക്ക് സമയമോ സന്ദർഭമൊന്നും ഇല്ലേനി. എന്തായാലും ഇന്നിപ്പോൾ ഇങ്ങനെ പോകാനാണ് പടച്ചോൻ്റെ വിധി. എന്തൊക്കെ എങ്ങനെയൊക്കെ ആയാലും അൽഹംദുലില്ലാ, അന്നുള്ളിലേറെ ഒരുപാട് ഹാപ്പിയാണ് ഞാനിന്ന്. ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ വല്ലാത്ത വേദന തോന്നും. എന്നാൽ അതിലും വലുതെന്തോ ഒന്ന് പടച്ചോൻ മാറ്റി വെച്ചിട്ടാണ് നമ്മളെ കയ്യിൽ നിന്ന് അത് തട്ടി മാറ്റിയത്. വിഷമിക്കാതിരിക്കും മക്കളെ, ഓൻ്റെ കിതാബിൽ ഞമ്മക്കും വേണ്ട ദിവസം കുറിച്ചിട്ടുകണ്. അതുവരെ ഉണ്ടാകുള്ളൂ ഇടങ്ങേറും വിഷമൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ പറയാണ്ടോ, പൊളിയല്ല മക്കളെ. അപ്പോൾ ഈ ചെറിയ ഇടങ്ങേറും വിഷമമൊക്കെ വരുമ്പോഴത്തേന് ചാവാനും കരയാനും നിൽക്കാതെ കുറച്ചൊന്ന് ക്ഷമിച്ചാൽ ഒക്കെ ശരിയാകും. എന്നും വെച്ച് ആത്മാഭിമാനം നഷ്ടപ്പെടുത്താൻ നിൽക്കണ്ട കേട്ടോ. ഈ ഇരുന്നിരിപ്പ് ഒരേ യാത്ര തന്നെ ആകുമ്പോൾ ഞമ്മക്ക് വിഷക്കൂലേ. നിങ്ങളെൻ്റെ ഇടങ്ങേറൊന്ന് കേൾക്കണം. ഈ മനുഷ്യനൊരു വള്ളം കൂടി എനിക്ക് മേടിച്ചു തന്നിട്ടില്ല. ഇനി കോഴിക്കോടെത്താതെ ബ്രേക്ക് ചവിട്ടില്ലെന്ന് മൂപ്പര് പറയണേ. അപ്പം ഇനി റാസിക്ക് മേടിച്ച ബിസ്ക്കറ്റും വെള്ളമൊക്കെ കുടിച്ച് തീർക്കേണ്ടി വരും. അപ്പോൾ നീച്ച് ഫുഡാന്ന് ചോദിച്ച് കരയുമ്പോൾ ഞാൻ എന്ത് കേട്ടും. എന്തായാലും മൂപ്പര് നല്ല ഉറക്കമാണ്, ഉണർത്തേണ്ടതായാലും. ഇത് മെഡിക്കൽ കോളേജിൻ്റെ മുൻവശാട്ടോ. അവിടെ എപ്പോഴും നിരന്ന ആംബുലൻസ് ഉണ്ടാകും. ആ ഭാഗത്ത് എപ്പോഴും ആംബുലൻസ് ചീറിപ്പാഞ്ഞോണ്ടിരിക്കുക കേട്ടോ. മെഡിക്കൽ കോളേജിക്ക് റാസിനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാനൊരു വട്ടം വന്നിക്കണ്. വിശന്ന് കുഴഞ്ഞ് ഇനിയും കൊണ്ട് ഏതോ അടിപൊളി ബിരിയാണി സ്പോട്ട് ഉണ്ടെന്നും പറഞ്ഞാണ്ട് ഈ പോക്ക് പോണത് കേട്ടോ. ആ അടിപൊളി ബിരിയാണി സ്പോട്ടൊക്കെ എത്തിക്കണം കേട്ടോ. അവിടെ ചെന്ന പാടതാ ഇതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിക്കണം കേട്ടോ, വെറുതെ മനസ്സിനെ കൊതിപ്പിച്ചാനായിട്ട്. ഇതിനൊന്നും പേര് എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ കോഴിക്കോട്ടൊരു സ്പെഷ്യലാണെന്നാണ് പറയുന്നത്. 1-2 മണിക്കൂർ കാത്തിരുന്നങ്ങാണ്ട് കഴിക്കാനും വേണ്ടി ഇത്ര സ്പെഷ്യൽ ബിരിയാണിയാണ് ഇവിടെ കിട്ടുകയെന്ന് ഞാൻ ആലോചിച്ചു. സംഗതി ശരിയാട്ടോ, അടിപൊളി ബിരിയാണിയാണ്. വെറുതെ അല്ല ഇവിടെ എത്ര തിരക്ക്. അങ്ങനെ ഭക്ഷണം കഴിച്ചങ്ങാണ്ട് ഞങ്ങൾ മാർക്കറ്റിലേക്ക് എത്തി. ഇതൊരു വൻ ലോകം തന്നെയാണ് കേട്ടോ. എത്ര കടകളുണ്ടെന്നും എണ്ണിയാൽ തീരൂല. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് ന്യൂ ബോൺ സെക്ഷനിലാണ് കേട്ടോ. ഇവിടെ പല വെറൈറ്റി കളക്ഷൻസും ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ തന്നെ പലതരം കമ്പനികളിലെ പലതരം പ്രൊഡക്റ്റ് ഇവിടെ ഹോൾസെയിൽ റേറ്റിന് നമുക്ക് കിട്ടും കേട്ടോ. ബിസിനസ്സിൻ്റെ തുടക്കക്കാർക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടും. അല്ലാത്തവർക്ക് പിന്നെ ഞാൻ പറയാത്തതിന് എന്തൊക്കെ അറിയിക്കരം. ന്യൂ ബോൺ മാത്രമല്ല, ബേബീസിന് പറ്റിയ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാ തരം ഡ്രസ്സും ഇവിടെ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. അല്ലാത്ത ഐറ്റംസും ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. വാഷ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡയപ്പറൊക്കെ ഇവിടെ വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഞാനൊന്ന് റാസിക്ക് വേണ്ടിയിട്ട് വാങ്ങിങ്ങനെ ഉപയോഗിച്ചങ്ങാണ്ട് എങ്ങനെ നോക്കിയിട്ട് കടയിൽ മേടിച്ച് വെക്കാമല്ലോ. ഇവിടെ ഒരുപാട് ചെറുകിട വൻകിട കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള കച്ചവടത്തിൻ്റെ തന്നെ ബോണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ ഡീലേഴ്സിനെ വളരെ നല്ല രീതിയിലാണ് മാനേജ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് കംഫർട്ടുള്ള രീതിയിലാണ് അവിടെ പർച്ചേസിങ്ങും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നതൊക്കെ വളരെ നല്ല രീതിയിലാണ് കേട്ടോ. ഒരുപാട് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിങ്ങാണ്ട് ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ നടത്തിയിരിക്കണം. പക്ഷെ കാക്ക പറയണത് ഇവിടുത്തെ സാധനങ്ങൾക്ക് ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനം സ്നേഹബന്ധത്തിനാണെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചത്. എന്നാൽ അതുക്കും മേലെ പൈസക്കൊരു സ്ഥാനം ഉണ്ടെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച പാഠമാണ്. അതുകൊണ്ട് വയ്ക്കണ കാലത്ത് 10 കാശുണ്ടാക്കിക്കോളി, നാവതില്ലാത്ത കാലത്ത് 10 പേര് കൂടെ ഉണ്ടാവും. നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് പോലും നമുക്കൊരു സ്ഥാനവും വിലയും ഉണ്ടാവില്ല. ബിസിനസ് ഡള്ളാവുന്ന സമയത്ത് പുതിയ ഐഡിയാസൊക്കെ കൊണ്ടുവരണം. അതൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അതൊക്കെ ബിസിനസ്സിന് തുടക്കക്കാർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ്, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്യ്, ലൈക്കും കൂടെ ഒന്ന് പരിഗണിക്കൂലേ. ഈ പരന്ന് കിടക്കുന്ന മാർക്കറ്റിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കവർ ചെയ്യാൻ ഞങ്ങൾക്കൊരു ദിവസം പോരാട്ടോ. അപ്പോൾ ഞങ്ങൾ കടയിലേക്ക് ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് തിരിച്ചു പോവുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. സ്റ്റോക്കൊക്കെ വണ്ടിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ. ഏതോ ഒരു അമ്പലത്തിലെ പൂരമാണ് കേട്ടോ. ഇവിടുത്തെ തിരക്ക് കാരണം വണ്ടി കുറച്ചു നേരം ബ്ലോക്കിൽ പെട്ടു കേട്ടോ. ഞങ്ങൾ അടുത്ത അമ്പലത്തെ ഉത്സവത്തിനും പള്ളിത്തെ പെരുന്നാളിനൊക്കെ ഞങ്ങളും കൂടലുണ്ട് കേട്ടോ. ഇതൊക്കെ നാട്ടുകാരുടെയും കൂടി ഒരു ഉത്സവം കൂടിയല്ലേ. ഈ ബ്ലോക്കിൽ നിന്ന് കുറേ സമയം കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങളൊന്ന് കഴിച്ചിലായത്.
നീ അരികിൽ കരയായിത്തീരും ഞാൻ ഉലകിൽ മായാത്ത ദൂരത്തായി ഭൂവിത്തായി നീ തീരാത്ത രൂപത്താളി സൂറത്തായി നീരിലേ